ശ്രീകൃഷ്ണ ജ്യോതിഷാരത്തിക്ക് അവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയൻകുട്ടും. ഇതും ഒരു ഭവനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരു ഭവനം വീട് വയ്ക്കുന്ന സമയത്ത് സ്ഥാന നിർണ്ണയം എല്ലാം നടത്തി വാസ്തു വിദഗ്ധനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പണ്ട് കാലത്താണെങ്കിൽ മൂത്താസാരിനെ കൊണ്ടുവന്ന്, മൂത്താസാരി പറഞ്ഞാൽ ഇതിൻ്റെ തത്വശാസ്ത്രം അറിഞ്ഞ വ്യക്തി എന്നാണ് മൂത്താസാരി എന്ന് പറയുന്നത്. മൂത്താസാരി പറഞ്ഞാൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കവും തഴക്കവും പരിചയ സമ്പത്തുള്ളത്. അതിപ്പോൾ വയസ്സ് കൂടി എന്നുള്ളത് തന്നെ വേണമെന്നില്ല. മൂത്തത് പറയുമ്പോൾ വയസ്സ് കൂടിയ ആൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. തഴക്കവും പഴക്കവും ഇതിനെപ്പറ്റി അറിവുള്ള വ്യക്തി തന്നെയാണ് മൂത്താസാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വാസ്തു വിദഗ്ധനായി മാറി എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റും ഡിപ്പാർട്ട്മെൻറ്റ്, IT ഡിപ്പാർട്ട്മെൻറ്റ്, സിവിൽ സംവിധാനമായിട്ടുള്ള സിവിൽ സംബന്ധമായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് സംവിധാനത്തിൽ പറയുകയും അത് കഴിഞ്ഞ് വാസ്തുവിദ്യ പഠിപ്പിക്കുകയും ചെയ്ത് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം നോക്കി, അല്ലെങ്കിൽ വാസ്തുവിദ്യ പ്രകാരമുള്ള വാസ്തുശാസ്ത്ര പ്രകാരമുള്ള വാസ്തു പുരുഷനെ കണക്കാക്കിയിട്ട് ഒരു സ്ഥലത്തിൻ്റെ ഏത് മൂലയിലാണ് ഭവനം വരേണ്ടത് എന്നുള്ള സ്ഥാനം നിർണ്ണയം വിളിച്ച് സ്ഥാനങ്ങളെല്ലാം കൊടുത്ത് മാപ്പെല്ലാം റെഡിയായി കൊടുത്തിട്ട് അവരങ്ങോട്ട് പോകും. അവർ പോയി കഴിഞ്ഞു പറഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ മാപ്പ് പ്രകാരം കെട്ടുപണിക്കാർ അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുക്കുന്നവരായിരിക്കും താക്കോൽ കൈമാറി വരുന്നവരും. ചിലവർ വസ്തുക്കൾ വാങ്ങിച്ച് പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ പല വിധത്തിലുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാന വാതിൽ, അത് ഏത് ദിക്കിലായിക്കോട്ടെ പ്രധാന വാതിലിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ ഗേറ്റ് ഉണ്ടല്ലോ, അതായത് ഗേറ്റ് പറഞ്ഞാൽ മുൻഭാഗം റോട്ടിൽ നിന്ന് കയറി വരുന്നതിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഏറ്റവും പ്രവേശന കവാടം എന്ന് പറയുന്ന കട്ട്ള എന്ന് വെച്ച് പറഞ്ഞാൽ വാതിൽ വയ്ക്കുന്നത്. കട്ട്ള വയ്ക്കുക എന്ന് പറയും. അപ്പോൾ പ്രധാന വാതിൽ വരുന്നത്, പ്രധാന വാതിലിൻ്റെ അവിടെ നിന്ന് ശരിക്കും സ്ട്രൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്ത് വരുന്ന, അതായത് പ്രധാന വാതിലിൻ്റെ ഏറ്റവും അവസാനം വരുന്ന സ്ഥലം വന്ന് അടഞ്ഞു കിടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചുമര് എങ്ങനെയായാലും ചുമര് ഇടയിൽ വരും. ആ ഇടയിൽ ചുമര് വരികയാണെങ്കിൽ അവിടെ ഒരു ദ്വാരം വേണം, അല്ലെങ്കിൽ ജനൽ വേണം, വായു സഞ്ചാരം വരാൻ വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അറ്റം പറഞ്ഞാൽ അപ്പുറത്ത്, ഇപ്പോൾ കിഴക്ക് നോക്കിയിട്ടാണെങ്കിൽ കിഴക്ക് പ്രവേശന റോട്ടിൽ നിന്ന് കയറി വരുന്നു, പ്രവേശന വാതിൽ നോക്കുന്നു, നമ്മൾ പടിഞ്ഞാട്ട് നോക്കി പോകുന്ന സമയത്ത് അങ്ങനെ പടിഞ്ഞാട്ടേക്ക് നമ്മൾ കയറി ഇറങ്ങണം എന്നല്ല പറയുന്നത്. കയറി ഇറങ്ങൽ ഉത്തമമായി. അപ്പോൾ അത്രയ്ക്കും ഒഴിവ് കിട്ടി എന്നുള്ളതാണ്. ഒഴിവ് കിട്ടി പറഞ്ഞാൽ വിസ്താരമായി എന്നുള്ള പറയുന്നത്. അതല്ലാത്ത പക്ഷം ഏറ്റവും എൻഡിങ് ആണെങ്കിൽ അവിടെ ഒരു ജനൽ വരണം. അഥവാ ഇനി അടഞ്ഞു കിടക്കുന്നതാണെങ്കിൽ അത് തുറന്ന് വിടണം എന്നുള്ള പറയുന്നു. അപ്പോൾ തുറന്ന് വിടുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രധാന വാതിൽ കടന്ന് റോട്ടിൽ നിന്നും ഗേറ്റ് കടന്ന് പ്രധാന വാതിലിലൂടെ നേരെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇടിച്ച് നിൽക്കാൻ പറ്റില്ല. അവിടെ ഇടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ശ്വസിക്കാനുള്ള ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് പോകണം. അപ്പോൾ ഇതാണ് അളവ്. ഒരു 6 അടി അടുവിൽ ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു ദ്വാരമോ അല്ലെങ്കിൽ ഒരു ജനലോ അവിടെ വേണം. ആ ജനലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ അവിടെയും റൂമാണ് വരണമെങ്കിൽ അവിടെയും ജനൽ വേണം. അതിൻ്റെ അപ്പുറത്താണ് ലാസ്റ്റ് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പിന്നെ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വാതിൽ വേണം, അല്ലെങ്കിൽ ജനൽ വേണം. അപ്പോൾ പ്രധാന വാതിലിനെ കണക്കാക്കിയിട്ടാണ് അങ്ങനെ നേരിട്ട് വരുന്നത്. ഭവന സംബന്ധമായിട്ട് സ്ഥല സംബന്ധമായിട്ട് ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ള ചില വീടുകളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരറിയാതെ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് അത് ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. അശ്രദ്ധിക്കാതെ പോകുന്നതൊക്കെ അവരുടെ സമയദോഷം കാരണം കൊണ്ടാണെന്നൊക്കെ എന്താ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് പ്രതിനിധി എത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ മാറി വരുന്നത് അറിയും എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമസ്കാരം.